ഈ ക്വസ്റ്റ്യൻ 12 into 28 equal 30, 16 into 35 is equal to 56, 44 into 13 is equal to 32. അങ്ങനെയായാൽ 29 into 11 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ 121, ബി 21, സി 22, ഡി 63. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് നോക്കാം. അതായത് 12 into 28 equal 30. ഇവിടെ ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ആ ഒരു നമ്പർ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഇതിലെ ഫസ്റ്റ് നമ്പർ നോക്കുക 12. 12ലെ ആ 1ഉം 2ഉം കൂടെ നമ്മളൊന്ന് പ്ലസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2 + 1 അല്ലെങ്കിൽ 1 + 2 ഇൻറ്റു അടുത്ത നമ്പർ 28. 28ലെ 2 + 8 പ്ലസ് ചെയ്യുക. ഇതിലെ 2 + 1 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 2 + 8 പ്ലസ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ ആ 3 × 10 എത്ര കിട്ടും? 30 എന്ന് കിട്ടും. അതേപോലെ തന്നെ നെക്സ്റ്റ് സെറ്റ് ചെയ്യുക. അതായത് 6 + 1 അല്ലെങ്കിൽ 1 + 6 എന്ന് പറയുന്നത് 7 ആയി. 3 + 5 8 ആയി. 8 × 7 56 ആയി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് മൂവ് ചെയ്യാം. അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 29 × 11. അതിൽ 29ലെ 2ഉം 9ഉം കൂടെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും. അടുത്ത നമ്പർ 11 ആണ്. അതിലെ 1ഉം 1ഉം കൂടെ പ്ലസ് ചെയ്യുമ്പം 1 + 1 2 എന്ന് കിട്ടും. അപ്പം 11ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് 22 എന്നുള്ളൊരു ആൻസർ കിട്ടും. അപ്പോൾ ഈ ആൻസർ നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഓപ്ഷൻ സി 22 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്